ഇതേ കാണുന്നത്ര സിമ്പിൾ ഒന്നുമല്ല, നല്ല ടാസ്ക് തന്നെയാ, നല്ല ബുദ്ധിമുട്ടാ. ഇത് ഇടുക്കി ജില്ലയിലെ കുമളിയിലുള്ള ഗോത്ര വിഭാഗക്കാർക്കിടയിലുള്ള പളിയ നൃത്തമാണ്. നമുക്ക് ഹയർ സെക്കൻഡറി വിഭാഗം പളിയ നൃത്ത മത്സരത്തിൽ മത്സരിച്ചിട്ടുള്ള ഒരു കൂട്ടർ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിക്കാം. பக்கத்துல ஓரப்பட்டி இருக்குது, அது கண்ணாடச்சு என்ன ஏதோ மயக்குது. பக்கத்துல ஓரப்பட்டி இருக்குது, அது கண்ணாடச்சு என்ன ஏதோ மயக்குது. உன்னை மட்டும் மறக்க என்ன முடியலே, உன்னை மட்டும் மறக்க என்ன முடியலே. அந்த பச்சை கலரும் பட்டு என்னை மயக்குது, அந்த பச்சை கலரும் பட்டு என்னை மயக்குது. അപ്പോൾ നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? ഞങ്ങൾ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മാവേലിക്കരയിൽ നിന്നാണ് വരുന്നത്. എല്ലാവരും +1 +2 അങ്ങനെയാണോ, അതോ ഒരേ ക്ലാസ്സിലെ കുട്ടികളാണോ? അല്ല, +1 +2 ഉണ്ട്. മിക്സ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. എന്താണ് ഈ ഡാൻസിന്റെ പ്രത്യേകത? ഇതെന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ കുമളിയിൽ അധിവസിക്കുന്ന ഒരു ആദിവാസി വിഭാഗമാണ് പളിയർ. അപ്പോൾ അവരുടെ ഒരു നൃത്തരൂപമാണ് പളിയ നൃത്തം. അപ്പം ഇതവർ മഴയ്ക്കും രോഗശമനത്തിന് വേണ്ടിയാണ് അവതരിപ്പിച്ചു വരുന്നത്. എത്ര ദിവസം കൊണ്ടാണ് നിങ്ങൾ ഈ ഡാൻസ് പഠിച്ചത്? ഞങ്ങളൊരു 20 ദിവസം എടുത്തു ഇത് പഠിക്കാൻ. ആരാ പഠിപ്പിച്ചേ? ഞങ്ങളെ വയനാട്ടിൽ നിന്ന് 3 സാറന്മാർ വന്നായിരുന്നു. ആൽബർട്ട് സാറ്, സുബീഷ് സാറ്, പിന്നെ അനീഷ് സാറും. ഇവരുടെ കോസ്റ്റ്യൂമിൽ തന്നെ കുറേ പ്രത്യേകതകളുണ്ട്. പച്ച, പിന്നെ അതുപോലെ ഇതെല്ലാം മുള, പിന്നെ ഇത് മരത്തിൻ്റെ തോലാണെന്നാണ് പറഞ്ഞത്. ഇത് ശരിക്കും ഇവർ തന്നെ ഉണ്ടാക്കിയതെന്നാണ് പറഞ്ഞത്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് നിങ്ങൾ ഇത് ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത്? ഇത് മരത്തിൻ്റെ തോലാണ്, ഇതിന് ഇഞ്ച എന്നാണ് പറയുന്നത്. നമുക്ക് അങ്ങാടിക്കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇത് നമ്മളൊരു ഇത്ര മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് അത് കുതിർത്തെടുത്ത് പിന്നീട് നമ്മൾ ഈ ഒരു കയറെടുത്ത് കെട്ടി ആണ് ഇത് ഇഞ്ച തോലെന്ന് പറഞ്ഞ് വസ്ത്രം ഉണ്ടാക്കിയത്. ബാക്കിയുള്ളത് മുള വെച്ചുണ്ടാക്കിയ ആഭരണങ്ങളും ഓർണമെൻറ്റ്സൊക്കെയാണ്. ബാക്കിയുള്ള മെറ്റീരിയൽസ് അതുപോലൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നിങ്ങൾ ഇതിന് ഉപയോഗിക്കുന്നത്? ഇതിൽ ഉപയോഗിക്കുന്നത് മുളഞ്ചെണ്ട എന്ന് പറയും. അതാണ് മുളയുടെ ആ രൂപത്തിൽ തന്നെ ഇരിക്കുന്ന മുളഞ്ചെണ്ട. പിന്നെ നാഗര, പിന്നെ ജാലറ. ഈ നാഗര എന്ന് പറയുന്നത് മൃഗങ്ങളുടെ തോല് വെച്ച് പോത്തിൻ്റെ തോല് വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് നാഗര എന്ന് പറയുന്നത്. ശരിക്കും കുട്ടികൾ തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കി, ഡ്രസ്സൊക്കെ ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. അപ്പം ടീച്ചേഴ്സ് എങ്ങനെയാണ് അത് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? ഞങ്ങൾ അവിടെ പഠിപ്പിക്കാൻ വന്ന ആളുകളിൽ നിന്നും പിന്നെ അല്ലാതെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഞ്ച അതുപോലെ നമുക്ക് തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ ഇഞ്ചയുടെ ഇതിങ്ങനെ ഉപയോഗിക്കണം പറഞ്ഞു. അത് ഈ പാവാടയായിട്ടിരിക്കുന്നത് ഇഞ്ചയാണ്. ഇഞ്ച വെള്ളത്തിലൊക്കെ കുതിർത്ത് ഒരുപാട് പ്രയാസമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ മുള കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങൾ അതൊക്കെ കുട്ടികൾ തന്നെയാണ് ചെയ്തത്. നമ്മൾ ചെറിയ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞു എന്നല്ലാണ്ട് ചെയ്തതെല്ലാം അവർ തന്നെയാണ്. സർക്കാരിൻ്റേത് മികച്ചൊരു തീരുമാനമാണ്. ഗോത്ര വിഭാഗക്കാർക്കിടയിലുള്ള കലാരൂപങ്ങൾ മത്സര ഇനമാക്കിയത് മികച്ചൊരു ദൃശ്യാവിഷ്കാരം കൂടെയാണ് കലോത്സവത്തിന് നൽകുന്നത്. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ പ്രകാശിനോടൊപ്പം ഹരിത ഹരിദാസ്, കൈരളി ന്യൂസ്.